എന്തു ഞാൻ പകരം നൽകും? നീ കരുതും കരുതലിന യേശുവേ നീയോർത്തതിന എന്നെ നീ മാനിച്ചതിന എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികളാതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി, നിന്റെ ശ്രേഷ്ഠത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ബെന്തിക്കോസ് ലോകം കർത്താവിൻ്റെ നാളുകളിൽ എടുക്കപ്പെടുമോ എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ബെന്തിക്കോസ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വളരെ കഠിനമേറിയ ഒരു വിശ്വാസമാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതായത് വെള്ള ഡ്രസ്സ് ഇടണം, ആഭരണം ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കർക്കശമായ പുറമേ ഉള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്ന ഒരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല, പുറത്തുള്ളത് മാത്രം ചെയ്തുകൊണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ബെന്തിക്കോസുകാരെന്ന് പറയുന്നത്. അപ്പൊ വെള്ള ഡ്രസ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 8
എട്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനീഷ് കാവാലം എന്ന് പറയുന്ന പാസ്റ്റർ, അദ്ദേഹം ഒരു പ്രസംഗ വേളയിൽ പറഞ്ഞു വെള്ള ഡ്രസ്സ് ധരിക്കണമെന്ന്. അതുകൊണ്ടാണ് അവർ വെള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വെള്ള ഡ്രസ്സ് എങ്ങനെ വന്നു? അതൊരു പാരമ്പര്യമായിട്ട് അവർക്ക് ലഭിച്ചതാണ്. കാരണം അവരുടെ പിതാക്കന്മാർ ധരിച്ചു വന്ന കാര്യം അതുപോലെ തന്നെ അവർ ചെയ്തു വന്നതാണ്. കർത്താവ് പാരമ്പര്യ സമ്പ്രദായങ്ങളിലൊന്നുമല്ല കർത്താവ് പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവിനെ കൈക്കൊണ്ട് അവനെ ധരിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അവനെയാണ് നമ്മൾ ധരിക്കേണ്ടത്. അവനാണ് നമ്മുടെ വിശുദ്ധിയുടെ വസ്ത്രം. യേശു കർത്താവാണ് നമ്മുടെ വിശുദ്ധിയുടെ വസ്ത്രം എന്ന് പറയുന്നത്. വെള്ള വസ്ത്രമോ ആഭരണമോ ഊരിക്കളയുന്നതിലോ അല്ല നമ്മൾ സമയം കളയേണ്ടത്. അതായത് ബെന്തിക്കോസുകാർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെന്തിക്കോസുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ആത്മാവിൽ സത്യത്തിലുമുള്ള ആരാധന അവർക്കുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൃത്വം അല്ലെങ്കിൽ 3 ദൈവങ്ങളുള്ള 3 വ്യക്തികളുള്ള ദൈവത്തെ ആരാധിക്കുന്നു. വളരെ തെറ്റായ ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ നമ്മൾ ഉൽപ്പത്തി മുതൽ മാലാഖി വരെയും മത്തായി തൊട്ട് വെളിപ്പാട് വരെയും കാണുന്ന ദൈവം ഏകനാണ്. അപ്പൊ ഈ ഏകനായ ദൈവത്തെ 3 പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാതെ തൃത്വം എന്ന ആശയത്തിലേക്ക് അവർ കിടന്നു പോവുകയാണ്. അപ്പം ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ യേശു ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞിട്ട് തൃത്വത്തിലെ രണ്ടാമനാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ബെന്തിക്കോസ് ലോകത്തോട് ഒരു കാര്യമേ എനിക്ക് വിളിച്ചു പറയുവാനുള്ളൂ. കർത്താവ് തന്റെ 10 കൽപ്പനകളിൽ, ദൈവവചനം അതിന്റെ 10 കൽപ്പനകൾ രേഖപ്പെടുത്തി, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നിൽ മറ്റൊരുത്തനില്ല എന്ന് യഹോവ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യവും അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഈ ബെന്തിക്കോസുകാർ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ വ്യത്യസ്തരാണ്. അവര് എന്താണ് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം എന്ന് പറയുമ്പോൾ വെള്ള ഡ്രസ്സ് ധരിക്കുക എന്നുള്ള പൊട്ടകരമായ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. യേശു ക്രിസ്തുവിനെ ധരിക്കണം എന്നാണ് റോമലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. യേശു ക്രിസ്തു എന്ന ആ വസ്ത്രം, വിശുദ്ധമായ വസ്ത്രം നമ്മൾ ധരിക്കുവാൻ തയ്യാറാകുന്നിടത്താണ് നമ്മുടെ വിശുദ്ധിയും വേർപാടും വെളിപ്പെടുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ ലഭിച്ചതാണ് ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത്. ഈ ലോകത്ത് കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഈ ബെന്തിക്കോസ് ലോകത്തിന് കിട്ടാൻ പോകുന്നെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഡ്ഢിത്ത ചിന്തയാണ്. പുറമേയുള്ള മനുഷ്യനാണ് ബലപ്പെടേണ്ടെന്നൊരു ചിന്ത. ഈ പുറമേയുള്ള മനുഷ്യൻ മണ്ണിനോട് ചേർക്കപ്പെടുമെന്ന് പറയുമ്പോൾ തന്നെ, അതായത് ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാണെങ്കിലും തീയതാണെങ്കിലും തക്കവണ്ണം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിനെ ധരിച്ചു നിൽക്കുന്ന വിശ്വാസികൾക്ക് മാത്രമേ അവന്റെ പ്രവൃത്തികൾ നന്നാവത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു പ്രവൃത്തിയും അവരിൽ നടക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു കൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ. ഞാൻ കുറെ ദാനധർമ്മങ്ങൾ ചെയ്തു, ഞാൻ വെള്ള ഡ്രസ് ഇട്ടു, ആഭരണം മൂടിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയൊന്നും കർത്താവ് നിങ്ങളിൽ പ്രസാദിക്കത്തില്ല. അങ്ങനെ കർത്താവ് പ്രസാദിക്കാനും പോകുന്നില്ല. കർത്താവിനെ നിങ്ങൾ നേടിയവരാണോ? അല്ലേ? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അവന് ഉപവിഷ്ടനായി ഇരിക്കുവാനുള്ള ആലയമാണ്. ആ ആലയം നമ്മൾ നാൾക്ക് നാൾ അതിനാണോ നമ്മൾ വെള്ള ഡ്രസ്സ് ഇടുന്നത്? അല്ലെ? കർത്താവിനെ ആണ് യഥാർത്ഥമായി വിശുദ്ധമായി ധരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് കഴിയാത്ത ബെന്തിക്കോസ് വിഭാഗങ്ങൾ പറയുകയാണ് വെള്ള ഡ്രസ്സ് ഇടണം. വെള്ള ഡ്രസ്സ് ഇടുന്നതിലാണ് അതൊരു പാരമ്പര്യമായ ഒരു ആചാരമാണ്. പിന്നെ അവരുടെ പ്രസംഗരെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ പ്രസംഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരൊന്നും എന്താണ് പറയുന്നത്? പ്രസംഗരെല്ലാം ശരിയാണ്, കേട്ടിരിക്കുന്നവരൊക്കെ എന്താണ്? കേട്ടിരിക്കുന്നവരൊക്കെ കുഴപ്പമുള്ളവരാണ്, അല്ലേ? കേട്ടിരിക്കുന്നത് കുഴപ്പമുള്ളവരാണ്. പക്ഷെ ഒരു കാലത്ത് ഈ ദൈവദാസനും എങ്ങനെയായിരുന്നു? അവരെ പോലെ അവരുടെ ഇടയിൽ നിന്ന് വന്ന ഒരു വ്യക്തിത്വമാണ്. ഇങ്ങനെ ജീവിച്ച് അങ്ങനെ വന്ന ആളാണ്. പക്ഷെ അതൊന്നും അവർ ഓർക്കുന്നില്ല. അവർക്ക് എന്തൊക്കെയോ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വയം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആഭരണത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹെഡായ IPCയുടെയൊക്കെ ഹെഡായ അദ്ദേഹം പറയുന്നത്, പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, എന്താണ്, ആഭരണം ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? എന്താണ്? ഒന്നുകിൽ പൂർണ്ണമായും ത്യജിക്കാൻ വിശ്വാസികളോട് പറയണം, അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്?
ഇത് പൂർണ്ണമായി ഉപയോഗിക്കരുതെന്നും പറയാൻ പാടില്ല. അദ്ദേഹം എവിടെയോ പോയി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു ഇതിനകത്ത് തെറ്റൊന്നുമില്ലെന്ന്. അപ്പൊ അദ്ദേഹം അവരോട് പറയുകയാണ്, കാരണം ഞങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞങ്ങൾ ആരെയും എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുകയും ഇതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന ഇവർക്ക് എന്താണ്, രണ്ട് ഡിഫറെന്റ് മൈൻഡുകളാണ് ഇവരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇവർക്ക് ദൈവാത്മാവിനെ സ്വീകരിക്കാൻ കഴിയുകയില്ല. കാരണം അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ ഒരിക്കലും 28:19 അല്ലെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അവിടെ എവിടെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ എല്ലാവരും കർത്താവിന്റെ നാമത്തിൽ ഏറ്റുപറയണം. നമ്മൾ ബെന്തിക്കോസ് എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ പറയുമ്പോ ഇവരുടെ അപ്പോസ്തല പ്രവർത്തികളിലെ ചിന്തയാണ് ഇവർക്ക് വരുന്നത്. ബെന്തിക്കോസ് നാള്, അങ്ങനെ ഒരു നാളെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ബെന്തിക്കോസിൽ പോയാൽ സ്വർഗത്തിൽ പോകുമെന്നല്ല അതിന്റെ അർത്ഥം. അത് അങ്ങനെയൊക്കെയുള്ള വിഡ്ഢിതരമായ ചിന്തകൾ ഇവരിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരോട് നമ്മൾ പേഴ്സണലായിട്ട് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ ബെന്തിക്കോസ് വിശ്വാസികളാണ്, ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൂടാൻ കാത്തിരിക്കുന്നവരാണ്. അങ്ങനെ ബെന്തിക്കോസിൽ നിന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, സ്വർഗത്തിൽ പോകണമെന്നൊന്നും യാതൊരു നിർബന്ധവും ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നില്ല പ്രിയ സഹോദരരെ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ബെന്തിക്കോസ് നാളെന്ന്, അതായത് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു, ബെന്തിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്നൊരു കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അപ്പൊ അഗ്നിജ്വാല പിളർന്നുകൊണ്ട് നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി, അവർ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു എന്നവിടെ പറയുന്നു. അപ്പൊ അവിടെ സ്നാനപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നവരുടെ ദേഹത്താണ് പരിശുദ്ധാത്മാവ് വന്നത്. അതിനുശേഷമുള്ള ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് ഓടി വന്നിട്ടാണ് 38 അവർ ചോദിക്കുമ്പോൾ 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട് പറയുകയാണ്. 38-ാമത്തെ പത്രോസ് പറയുന്നതിന് മുമ്പ് അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ വായിക്കുമ്പോൾ 36-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെ നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ. കാരണം അതുവരെയും യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ പുത്രത്വമാണ് എന്ന് ആര് വിശ്വസിച്ചിരുന്നില്ല? യഹൂദൻ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അവർ കാത്തിരുന്ന മശിഹ എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരും എന്ന് അവർ കരുതിയിരുന്നു. പക്ഷേ ഈ ഒരു തച്ചന്റെ മകനാണ്, അല്ലെങ്കിൽ ബേൽബസൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ് ഈ പറയുന്ന ദൈവം മനുഷ്യനായി വരുന്നത് എന്നവർ ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അവരാ വെളിപ്പാടിനെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ആ കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞു. അതാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ ജനമൊക്കെയും മനസ്സിലാക്കാൻ വേണ്ടി ഇവനാണ് വരുവാനുള്ളവൻ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഇത് ചെയ്തു എന്ന് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു, അല്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 37-ാമത്തെ വാക്യത്തിൽ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർക്ക് ബോധമുണ്ടായി, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, യേശു ക്രിസ്തുവായി ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് അവിടെ കാണുകയാണ്. അപ്പൊ ആ ലോകം അതങ്ങനെ കാണുമ്പോൾ തന്നെ കാണുകയാണ്, ദൈവം ഇതിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്തു? കുത്തുകൊണ്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കുത്തുകൊണ്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് വിശ്വാസത്തിനായി ഒരു അടയാളം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അവര് ചോദിക്കുകയാണ്, അപ്പോസ്തലന്മാരെ, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു, അല്ലേ? ഈ പറയുന്ന 28:19 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങൾ ഇന്നില്ല. നാമം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ബാങ്കിൽ ചെല്ലുമ്പോൾ നമ്മളൊരു അക്കൗണ്ട് ആരുടെ പേരിലാണ് എടുക്കുന്നത്? നമ്മുടെ പിതാവിന്റെ പേരിലാണ് അക്കൗണ്ട്, അത് പുത്രന്റെ പേരിലേക്ക് ആക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് സ്പെസിഫിക് ആയ പേരുണ്ട്. പേരില്ലാതിരിക്കൂ, പേര് വേണം. അപ്പൊ അവിടെ നാമങ്ങൾ എന്നായിരുന്നെങ്കിൽ 3 വ്യക്തികൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉറപ്പിക്കാമായിരുന്നു. പക്ഷെ അവിടെ നാമങ്ങൾ എന്ന് പറയാത്തിടത്തോളം കാലം ഒരു നാമമേ അവിടെ ഉള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു നാമമുണ്ട്, ഒരു പ്രോപ്പർ ടൈറ്റിലുണ്ട്. അപ്പൊ ആ ടൈറ്റില് ഇവർക്ക് അറിയാൻ മേലാതെ പോയി.
ആ ടൈറ്റിലിന് ഒരു നാമമുണ്ട് എന്നുള്ള കാര്യം ഇന്നും ബന്ധുക്കോസുകാർക്ക് അറിയത്തില്ല. ബന്ധുക്കോസുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ സുവിശേഷം അറിയിക്കാൻ പോയി, 2 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. അവിടെ ചെന്നപ്പോൾ ആരും അവരോട് ചോദിച്ചു നിങ്ങളുടെ ദൈവം ആരാണ്. ചിലർ പറഞ്ഞു എന്റെ ദൈവത്തിന്റെ പേര് യഹോവ എന്നാണ്, ചിലർ പറഞ്ഞു യേശു എന്നാണ്. അപ്പൊ ഇവർക്ക് ഉറപ്പില്ല ആരാണ് ഇവർ ക്രിസ്ത്യാനികളുടെ ദൈവം ആരാണെന്ന് ഇവർക്ക് തന്നെ ഉറപ്പില്ലാത്ത ഒരു കൂട്ടമായി ബന്ധുക്കോസ് ലോകം അല്ലെങ്കിൽ ബന്ധുക്കോസ് സമൂഹം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എന്ന് ചോദിച്ചാൽ ട്രിനിറ്റി എന്ന് പറയും. അങ്ങനെ പറയുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ദൈവം ബൈബിളിലില്ല. അങ്ങനെ ഒരു ദൈവത്തെ ബൈബിളിൽ കാണാൻ പോലുമില്ല. ഏക സത്യ ദൈവം എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറയുന്ന ത്രിയേക സത്യ ദൈവമുണ്ട്, തൃത്വ ദൈവമുണ്ട്. അങ്ങനെ എല്ലാം പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിലില്ല. കർത്താവിന് പോലും അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ആദ്യത്തെ കൽപ്പന ലംഘനം ബന്ധുക്കോസുകാർ അവിടെ തന്നെ നടത്തി കഴിഞ്ഞു. സ്നാനത്തിന്റെ കാര്യം വരുമ്പോൾ അവിടെ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനവും അവർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. അത് വേണ്ടാന്നുള്ള രീതിയിലാണ്. അത് ആരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പത്രോസിന് വെളിവുകേടുണ്ടായതാണെന്ന്. ആരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ പത്രോസിന് വെളിവുകേടുണ്ടായതാണ്. കാരണം ഇത്രയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കൊണ്ട് നിൽക്കുന്ന പത്രോസ് ഈ ലോകത്തോട് കള്ളം പറയുവോ? ഒരിക്കലും കള്ളം പറയത്തില്ല. നിങ്ങൾ പറയും പത്രോസിന് തെറ്റുപറ്റി. പത്രോസിന് ഇവിടെ തെറ്റുപറ്റിയെങ്കിൽ അവൻ അന്നേരം ശിക്ഷിക്കപ്പെടും. അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ. അപ്പൊ പറഞ്ഞ അത് എളുപ്പത്തിന് പറഞ്ഞാന്ന്. എളുപ്പത്തിനാണെങ്കിൽ അവിടെ ഒരു പേര് വേണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഏതാണെന്ന് അതുവരെയും ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല. പക്ഷെ അവർക്ക് വെളിപ്പെട്ട് കിട്ടി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യേശു ക്രിസ്തു എന്ന നാമത്തെക്കുറിച്ച്. ആ നാമത്തിലാണ് മനസാന്തരപ്പെടേണ്ടത്, ആ നാമത്തിലാണ് സ്നാനപ്പെടേണ്ടതെന്ന് അവർക്ക് ബോധ്യം വന്നപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ് ശരിയായ സ്നാനം എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അപ്പോ ഇന്നും പെന്തിക്കോസ് ലോകം 28:19 പഠിച്ചുകൊണ്ടിരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു അവന്റെ നാമത്തിലാണ് പാപമോചനം അല്ലെ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു പാപമോചന സ്നാനം രണ്ടാന്ന് പറഞ്ഞ വ്യക്തികളുണ്ട് എന്നോട്. അപ്പൊ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് പെന്തിക്കോസുകാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അവർക്ക് എവിടെയാണെന്ന് പോലും അവർക്ക് അറിയില്ല. അവർ സ്വയനീതിയിലാണ് ഇപ്പോഴും. സ്വയനീതിയിൽ നിന്ന് അവർ ഇതുവരെയും മാറിയിട്ടില്ല. കാരണം അവരിൽ നിന്ന് പോയ ആൾക്കാർ തന്നെ അവരെ കുറിച്ച് പറയുന്നത് എന്താ? ആത്മാവില്ലാത്ത ജഡമാണിതെന്ന്. ഞാൻ പലപ്പോഴേ അത് ശബ്ദം കേട്ടു, ആത്മാവിനല്ലാത്ത ജഡമാണ്. അപ്പോ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാകുന്നില്ല, ഇവർക്ക് കുത്ത് കൊള്ളുന്നില്ല. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇവര് അതിൽ തന്നെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ തരത്തിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായി ക്രിസ്തുവിനെ അവഗണിച്ചുകൊണ്ട് ബന്ധുക്കോസുകാരാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ നിങ്ങളുടെ പ്രവൃത്തികൾ കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടതായി വരുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.